എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലും ഞാൻ. ഹൃദയം തുറന്ന് എല്ലാവരും ചേർന്ന് പാടും. ഞാൻ സ്തുതി പാടി എൻ്റെ യേശുനാഥ, എനിക്കാ നീ ചെയ്തൊരു നന്മ ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കാ നീ ചെയ്തൊരു നന്മ ഇന്നും നന്ദി ചൊല്ലുന്നു. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. ഓ യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോ സ്തുതി. നന്മകൾ പോലുമേ എനിക്കേകിയോ നന്ദിയോടെ ഞാൻ സ്തുതി പാടി എൻ്റെ യേശുനാഥ, എനിക്കാ നീ ചെയ്തൊരു നന്മ ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. കർത്താവിന് ഹൃദയം തുറന്ന് നന്ദി പറയാം. താങ്ക് യു ജീസസ്. സത്യദൈവത്തിൻ ഏകപുത്രനായി അങ്ങേ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനായി അങ്ങേ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലം ഒക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുകയില്ലേ. വരും കാലം ഒക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുകയില്ലേ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കാ നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു. എനിക്കാ നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്കൊന്ന് പകരാം. ഹല്ലേലൂയ. കർത്താവിന് നന്ദി പറയാം. നമ്മുടെ ശക്തിയോ നമ്മുടെ ബലമോ അല്ല, കർത്താവ് നമ്മളെ നിർത്തിയതാണ്. ഹല്ലേലൂയ. ശത്രു നമുക്കെതിരായി വന്നപ്പോൾ കർത്താവിൻ്റെ കൃപ നമ്മളെ മറച്ചു.
അതുകൊണ്ട് വരുവാനുള്ള വർഷവും നമുക്ക് ഭയപ്പെടുവാനൊന്നുമില്ല. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കർത്താവ് വഴികളെ തുറക്കുന്നവനാണ്. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. എന്ത് പ്രതിസന്ധി വന്നാലും പ്രയാസങ്ങൾ വന്നാലും ക്രിസ്തുവാകുന്ന പാറമേൽ ഞാൻ ഉറച്ചു ചവിട്ടും. ഹല്ലേലൂയ. ലോകത്തിലെ അല്പ ആയുസിൽ, ചെറിയ ആയുസിൽ എനിക്ക് തന്ന ജീവിതം കർത്താവിന് വേണ്ടി ഞാൻ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് ചേർന്ന് പാടാമോ? ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളും തുറന്നാട്ട് മറ്റു ചിന്തകളൊക്കെ മാറ്റിവെച്ച് ഹല്ലേലൂയ കർത്താവിന് മഹത്വം കൊടുക്കാം. അറിയാവുന്ന പാട്ടാണ്, എല്ലാവരും ഒന്ന് ചേർന്ന് പാടും. ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിക്കാം. ഭാരങ്ങൾ അധികം വേണ്ടി വാടിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും. ഞാനെൻ പാദങ്ങൾ വച്ചിടും. നീങ്ങി പോകാത്ത പാറമേ, എനിക്കായി പിളർന്ന പാറമേ, ഓ എനിക്കായി പിളർന്ന പാറമേ, വൻതീരകളലറുമോ തീരം വീണ്ടു ഞാൻ പോകുമ്പോ എൻ പാടകിൽ ഞാനേകനായി ആശയെന്നു തോന്നുമോ ചാരത്തുണ്ടെന്നോതുന്ന പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ. പ്രിയന്റെ സ്വരം കേൾക്കും, പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ. രോഗ ദുഃഖങ്ങളേറുമ്പോ മനപീഡകൾ ഏറുമ്പോ ക്രൂശിൽ പങ്കപ്പാടേറ്റതാ യേശു മാത്രം എന്നാ ഭയം. ഓ മാറും ചേത്താണച്ചിടും ചേറ്റിൽ നിന്നുയർത്തി ഭാവി സാന്ത്വനമോദി, ഭാവി സാന്ത്വനമോദി. ദേഹം മണ്ണിലുപേക്ഷിച്ചു പ്രാണൻ പ്രിയനിൽ ചേരുമ്പോ ഗോളാന്തരങ്ങൾ താണ്ടിടും യാത്രയിൽ പ്രിയനോട് ആമേൻ കാണും മറുകരയിൽ വീണ്ടെടുത്തോരിൻ സംഘത്തെ എന്നെ കാത്തു നിൽക്കും സംഘത്തെ എന്നെ കാത്തു നിൽക്കും സംഘത്തെ. കണ്കൾ കാണാമറുകര ഇമ്പങ്ങൾ വിരിയും തീരങ്ങൾ സ്വർണ്ണ
കൈകളാ കണ്ണഞ്ചിപ്പിക്കും വീഥികൾ എൻ സ്വന്തമായി തീരുമ്പോ യേശുവിൻ പാദം മുത്തും ഞാൻ പൊൻവീണകൾ പാടും പൊൻവീണകളിൽ പാടും. ചേർന്ന് പാടാമോ? പായും പാർക്കൂവൽ പായും ഭാരങ്ങൾ അധികം വേണ്ടി പാണിയേറ്റ ഭാരങ്ങൾ വഹിച്ചിടും. ആമേൻ. ഞാൻ പാദങ്ങൾ വച്ചിടും നീങ്ങി പോകാത്ത പാറമേ എനിക്കായി പിളർന്ന പാറമേ എനിക്കായി പിളർന്ന പാറമേ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വർഷത്തിന്റെ രണ്ടാമത്തെ ദിവസം, ഈ വെള്ളിയാഴ്ച ദിവസം സന്ധ്യാസമയത്ത് നമുക്ക് ഇതുപോലെ ഒരുമിച്ച് സൂം പ്ലാറ്റ്ഫോമിൽ കൂടി വരുവാനും കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാനും ചില വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വെക്കുകയും ഇനിയും ഈ വർഷം നടക്കുവാൻ പോകുന്ന ചില പ്രോഗ്രാമുകളെ കുറിച്ച് കർത്താവിന്റെ ദാസനിൽ നിന്ന് കേൾക്കുകയും ചെയ്യുവാൻ സ്വർഗം ഇങ്ങനെ ഒരു അവസരം നമുക്ക് ഒരുക്കി തന്നതിനായി കർത്താവിന് കൈകൾ ഉയർത്തി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ പ്രതീക്ഷിച്ചതിലും അനുഗ്രഹമായിട്ട് ഈ ശുശ്രൂഷകളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. ഇത് ദൈവത്താൽ സാധിച്ചു എന്ന് മാത്രമേ പറയുവാൻ സാധിക്കത്തുള്ളൂ. കഴിഞ്ഞ 5 വർഷമായി സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി വളരെ റെഗുലറായിട്ട് മുടക്കം കൂടാതെ കർത്താവ് തന്നെ നടത്തി. അതിൻ്റെ മഹത്വം പുകഴ്ചയും എല്ലാം നമ്മുടെ കർത്താവിനാണ്. അതിനുവേണ്ടി കർത്താവിൻ്റെ ദാസനെ ഒരുക്കി ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി ഇരട്ടി അഭിഷേകത്താൽ നിറച്ചു. എല്ലാത്തിനുമായി ഈ സമയത്ത് കർത്താവിന് നന്ദി പറയുകയാണ്. ഈ വർഷവും അനേക പ്രോഗ്രാമുകളുണ്ട്. അതിൻ്റെയൊക്കെയും വിവരണങ്ങൾ നമുക്ക് കർത്താവിൻ്റെ ദാസനിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. 1-2 സാക്ഷ്യങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കണമെന്നുണ്ട്. ഈ SBS-ന്റെ പ്രെയർ ടീം കഴിഞ്ഞ 5 വർഷമായി എല്ലാ വെള്ളിയാഴ്ചയും മുടക്കം കൂടാതെ പ്രാർത്ഥിച്ചു വരികയാണ്. SBS-ന്റെ സ്റ്റുഡൻസിന് വേണ്ടിയും അവരുടെ കുടുംബത്തിനു വേണ്ടിയും അങ്ങനെ വരുന്ന അനേക വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയൊക്കെയും സ്വർഗത്തിലെ ദൈവം കേൾക്കുന്നു, മറുപടി തരുന്നു. അതാണ് നമുക്ക് ബലവും ശക്തിയും പകർന്നു തരുന്നത്. ഇന്നും നമുക്ക് 1-2 സാക്ഷ്യങ്ങൾ കേൾക്കാനുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. 1-2 മിനിറ്റ് സാക്ഷ്യത്തിന് വേണ്ടി വേർതിരിക്കുകയാണ്. പാസ്റ്റർ KA എബ്രഹാം മുൻപോട്ട് വരണം ദയവായിട്ട്. ബ്രദർ സുമിത്, can you support Pastor K. Abraham and unmute him, please? Pastor K. Abraham. Praise the Lord. പാസ്റ്ററിന് പറയാനുള്ള സാക്ഷ്യം ഒന്ന് പറഞ്ഞാട്ടെ. സ്തോത്രം. കർത്താവിന്റെ പുനരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന്റെ കൃപയാൽ SBS-ന്റെ പ്രാർത്ഥന ആരംഭിച്ച സമയം മുതൽ ഇതുവരെയും അതിനോട് ചേർന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. വാസ്തവത്തിൽ ഞാൻ എന്നിരുന്നോർത്തു, കർത്താവിൻ്റെ ദാസൻ ബാബു സാറിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയും സൗഖ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുവാനായിട്ടാണ് വാസ്തവത്തിൽ ആ സമയത്ത് ആരംഭം കുറിച്ചത്. കാരണം ദൈവത്തിൻ്റെ വചനം പൊരുൾ തിരിച്ച് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അത്
തുടർമാനമായി ലഭിക്കണമെങ്കിൽ പ്രാർത്ഥന കൂടിയേ കഴിയുള്ളൂ എന്നുള്ള അവസ്ഥയിൽ കൂടിയാണ് ആ കാലഘട്ടങ്ങൾ കടന്നുപോയത്. അതുകൊണ്ട് ഒരു ചെറിയ കൂട്ടം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കത്തക്കവണ്ണം കർത്താവ് അത്ഭുതകരമായിട്ട് ഈ ഗ്രൂപ്പ് ആരംഭിക്കുവാൻ, ഇതുവരെയും മുടക്കം കൂടാതെ നടക്കുവാനും കർത്താവ് സഹായിച്ചു. അതോട് ബന്ധപ്പെട്ട് മറ്റനേക വിഷയങ്ങൾ കൂടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഇടവരുത്തി. അതിൽ കൂടെ അനേക വിഷയങ്ങളുടെ മറുപടി ലഭിക്കുകയും ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം പെന്തക്കോസ്തിന്റെ ആരംഭകാല പിതാക്കന്മാരുടെ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുവാനും വചനം കേൾക്കുവാനും പഠിക്കുവാനും ഒക്കെ അവസരം കർത്താവ് തന്നെങ്കിലും ഈ നാളുകളിലെ കർത്താവിന്റെ ദാസനിൽ കൂടെ പൊരുൾ തിരിച്ച് ലഭിച്ചപ്പോൾ എത്രയോ വ്യക്തമായും തെളിവായും ദൈവവചനം നമുക്ക് അത് പൊരുൾ തിരിച്ച് തന്നപ്പോൾ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ മാറിക്കിട്ടുവാനും വാസ്തവത്തില് എന്താണ് ദൈവജനത്തിന്റെ സത്യങ്ങൾ എന്ന് അറിയാനും ഒക്കെ കർത്താവ് സഹായിച്ചപ്പോൾ കർത്താവിന്റെ ദാസൻ പഠിപ്പിച്ച ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. നടക്കുകയെന്ന് ലോകം പറഞ്ഞ കാര്യം നടത്തിത്തരാമോ എന്ന് എന്നോട് ചോദിച്ചു. അബ്രഹാമിനോട് അവിടുന്ന് അരുളി ചെയ്തതായ വചനഭാഗം രാത്രി വായിച്ചാൽ നമ്മൾ കാണുന്നില്ല. പക്ഷെ അത് പൊരുൾ തിരിച്ച് ലഭിച്ചപ്പോൾ നീണ്ട 14 മാസക്കാലം ഈ പ്രാർത്ഥന അതേ വാക്യങ്ങൾ ഉദ്ധരിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് എന്നെ സഹായിച്ചു. SBS ഗ്രൂപ്പിലുള്ള അന്ന് ആ വിഷയങ്ങൾ കേട്ട ദൈവമക്കൾ എല്ലാവരും മുടക്കം കൂടാതെ പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവൾ 2002 ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടതാണ്. എൻ്റെ 4 കുഞ്ഞുങ്ങളാണ്. മൂത്ത മകൻ കുടുംബമായിട്ട് എന്നോടൊപ്പം ഇങ്ങനെ ഇവിടെ താമസിച്ച് ദേശത്ത് തന്നെ ജോലി ലഭിച്ച് അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് എല്ലാ നിലയിലും ഇവിടെ ആയിരിക്കേണ്ടത് ആവശ്യകതമായിരുന്നു. അമേരിക്കൻ കമ്പനിയിൽ മാനേജർ പോസ്റ്റിലായിരുന്നു. പ്രൊമോഷനൊക്കെ ലഭിച്ച് വളരെ നല്ല നിലയിൽ അങ്ങനെ അവിടെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു വിങ്ങിന്റെ ലേ ഓഫ് വന്നു. ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കൂടെ ട്രെയിനിങ് കൊടുത്തവരൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ഈ ഒരു വിങ് സെപ്പറേറ്റ് വന്ന് കേരളത്തിൽ എൻ്റെ മോൻ മാത്രമായിരുന്നു ആ ഒരു വിങ്ങിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ആ ജോലി നഷ്ടപ്പെട്ടു. 14 മാസങ്ങൾ അനേക ഇന്റർവ്യൂ പങ്കെടുത്തു. മറുപടി ഒന്നും ലഭിക്കാതെ വന്നു. പക്ഷെ കർത്താവിന്റെ കൃപയാൽ ആ സമയത്ത് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു എക്സാമൊക്കെ പങ്കെടുത്തു. PMA എന്നുള്ള അതിൽ അത്ഭുതകരമായിട്ട് കർത്താവ് വിജയം കൊടുത്തു. അങ്ങനെ തൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു മാനേജർ ഇപ്പോൾ മറ്റൊരു കമ്പനിയിൽ അപേക്ഷ കൊടുക്കുവാനായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം അറിയിക്കുകയും അങ്ങനെ അപേക്ഷ കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം അതിനു വേണ്ടി വളരെ താല്പര്യമെടുത്തതിൻ്റെ ഫലമായിട്ട് അവർ പെട്ടെന്ന് തന്നെ ഇന്റർവ്യൂവിനൊക്കെ വിളിച്ചു. ഇന്റർവ്യൂ വിളിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രയാസം ഈ ഗ്യാപ്പ് 14 മാസക്കാലം എന്ത് ചെയ്യുകയായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമോ, ഇതൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു. ഏജും 40 അടുത്തായി കഴിഞ്ഞു. അങ്ങനെ ഉള്ള പ്രയാസങ്ങൾ കൂടെയൊക്കെ കടന്നുപോയെങ്കിലും വാസ്തവത്തിൽ ആ ഗ്യാപ്പിനെ കുറിച്ച് ഒന്നും ചോദിക്കാതെ ആ PMA എഴുതിയ എക്സാമിനെ കുറിച്ച് മാത്രം ഇന്റർവ്യൂവിൽ ചോദ്യങ്ങൾ വന്ന് നല്ല നിലയിൽ ഇന്റർവ്യൂവിലൊക്കെ പാസ്സാകുവാനും തുടർന്ന് നടന്നതായ മറ്റ് 2 പേരുടെ മറ്റ് ഇന്റർവ്യൂകൾ ഉണ്ടായിരുന്നു. അതിലൊക്കെ കർത്താവ് അത്ഭുതകരമായിട്ട് വഴികൾ തുറന്നു. വാസ്തവത്തിൽ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് കർത്താവ് പ്രാർത്ഥനയുടെ മറുപടി തന്ന് പുതിയ ജോലി അത് ഈ ജനുവരി 2ാമത്തെ ആഴ്ച പ്രവേശിക്കാൻ കഴിയുമെന്നാണ് അറിയുന്നത്. അത് ഓഫീസേഴ്സെല്ലാം അവർ ലീവിലായിരുന്നത് കൊണ്ട് ഓഫർ ലെറ്റർ വന്നിട്ടില്ല. എങ്കിലും അവരെ വിളിച്ചെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അത്ഭുതകരമായ രീതിയിൽ വാസ്തവത്തിൽ ദൈവത്തിന് സ്തോത്രം. SBS ഗ്രൂപ്പിലുള്ള ദൈവമക്കൾ ഇതൊരു കുടുംബമായി പ്രാർത്ഥനാ വിഷയം ഏറ്റെടുത്തു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പലരും വിളിച്ചു. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു വെരി മച്ച്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കർത്താവിന്റെ ദാസന്റെ മകനു വേണ്ടി കഴിഞ്ഞ
പ്രാർത്ഥനയിലായിരുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടു. അത്ഭുതകരമായ രീതിയിൽ തൻ്റെ മകന് ജോലി ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ നന്ദിയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. അത്ഭുതങ്ങളുടെ ദൈവമാണ്, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവമാണ്. കണ്ണുനീരോടുകൂടി ഏത് വിഷയത്ത് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതിനൊക്കെ നമ്മൾക്ക് തക്ക സമയത്ത് തന്നെ മറുപടി ലഭിക്കുന്നു. പാസ്റ്റർ അനൂജ് ബാലകൃഷ്ണൻ വളരെ ഷോർട്ടായിട്ട് ചില വാചകങ്ങളിൽ തൻ്റെ മകൾക്ക് ലഭിച്ച അഡ്മിഷനെ കുറിച്ചൊന്ന് പറയണം. കഴിഞ്ഞ 1 വർഷമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദയവായിട്ട് ചുരുക്കം വാചകങ്ങളിൽ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം കർത്താവ് സഹായിച്ചതിനെ സ്തോത്രം ചെയ്യുന്നു. SPS കുടുംബത്തിന്റെ പ്രാർത്ഥനകൾ എത്ര മനോഹരമായി കർത്താവ് കേട്ട് ഉത്തരം തരുന്നു എന്നുള്ളതിന്റെ സാക്ഷിയാണ് എൻ്റെ മകൾ. കാരണം FMG എക്സാം എഴുതുവാൻ വേണ്ടി അത് വലിയൊരു ടഫ് എക്സാം ആണ്. അതിന്റെ പാസ് പെർസെൻറ്റേജ് വെറും 9 മുതൽ 15% വരെ ആണ് നോർമലി. അപ്പൊ അങ്ങനെ ഒരു എക്സാം, ഇത്രയും ടഫായിട്ടുള്ള എക്സാം ഓൾ ഓവർ ഇന്ത്യ നടക്കുന്ന ഒരു എക്സാം ആണ് സ്ക്രീനിങ് ടെസ്റ്റ്. അപ്പോ ആ സ്ക്രീനിങ് ടെസ്റ്റിന്റെ പരീക്ഷ പാസ്സാവുക വലിയൊരു കടമ്പയാണ്. അത് ഞാൻ SPS ഫാമിലിയെ അറിയിച്ചു. അവരെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ കൃപയാൽ നല്ല ഒരു വിജയം കൈവരിക്കുവാൻ ഈ ജൂൺ മാസത്തിൽ കർത്താവ് സഹായിച്ചു. ജൂലൈ മാസത്തിലെ റിസൾട്ട് വന്നു, മകൾ പാസ്സായി. അതിനുശേഷം മകൾക്ക് എവിടെയാണ് ഈ ഇന്റേൺഷിപ്പ് ചെയ്യാം എന്ന് ഒരു വിഷയം ഉണ്ടായിരുന്നു. അതിന്റെ രജിസ്ട്രേഷനും അതിന്റെ കാര്യങ്ങളെല്ലാം ഒത്തിരി ടഫായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ജാനുവരിയിൽ പാസ്സായ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴാണ് അവർക്ക് പ്രവേശിക്കുവാൻ സാധിച്ചത്. അതുകൊണ്ട് MP-യിൽ അത് അപ്ലൈ ചെയ്തു. മധ്യപ്രദേശിൽ നല്ലൊരു മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അത് ലഭിക്കുവാൻ കർത്താവ് ഒരു വഴി തുറന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. ഇന്ന് മകൾ യാത്രയായിട്ടുണ്ട്. അവൾ തക്ക സമയത്ത് MP-യിൽ എത്തുവാനും അവിടെ ജോയിൻ ചെയ്യാനും എല്ലാം തുടർന്ന് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യം. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു. നമ്മൾ കർത്താവിന്റെ ദാസന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതകരമായി അഡ്മിഷൻ ലഭിച്ചു എന്നുള്ള വിവരമാണ് നമ്മൾ കേട്ടത്. പാസ്റ്റർ ചാക്കോ ഡൽഹിയിലാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു പ്രയാസമുണ്ടായി, ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ വിഷയം കേട്ട ഉടൻ തന്നെ SBS ഫാമിലി അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ സാക്ഷ്യം പറയട്ടെ, കർത്താവിന്റെ ദാസന് ഇപ്പൊ സൗഖ്യമുണ്ട്, ഡിസ്ചാർജായി വീട്ടിൽ വന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നു. മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന സ്വർഗത്തിലെ ദൈവം തനിക്ക് സൗഖ്യം കൊടുത്തു എന്ന സന്തോഷ വാർത്ത SBS ഫാമിലിയെ അറിയിക്കുകയാണ്. കർത്താവിന് നന്ദി പറയുന്നു. ഇനി നമ്മൾ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ വരുത്തിയിട്ട് ബാബു സാറ് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ആരും പോകരുത്. കുറച്ച് സമയം നമ്മൾ പ്രാർത്ഥനയിലും ചെലവിടുന്നതായിരിക്കും. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ വളരുന്ന വേദശാസ്ത്രവും തകരുന്ന ദൈവസഭകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു ദിവസത്തെ സെമിനാർ എറണാകുളത്ത് വെച്ച് നടത്തുവാൻ നമ്മൾ തീരുമാനമെടുത്തിരിക്കുന്നു. അതിനുവേണ്ടി ബാബു സാറ് തയ്യാറായി കൊണ്ടിരിക്കുകയാണ്. 6-ാം തീയതി മാർച്ച് മാസം വെള്ളിയാഴ്ച ദിവസമാണ്. ആ വെള്ളിയാഴ്ച ദിവസം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി നടക്കുന്ന ആ വലിയ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് അതിൻ്റെ പോസ്റ്റർ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ദാസന്റെ നേതൃത്വത്തിൽ അത് റിലീസ് ചെയ്യുന്നതായിരിക്കും. അത് സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് കർത്താവിൻ്റെ ദാസൻ തന്നെ നമുക്ക് തരുന്നതായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ നമ്മൾ സെപ്റ്റംബർ മാസം അവസാനം അല്ല ഒക്ടോബർ മാസം ആദ്യത്തെ ആഴ്ചയിൽ നമ്മുടെ ആനുവൽ ക്യാമ്പ് കോട്ടയത്ത് വെച്ച് നടത്തുവാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. അതിൻ്റെ ഡേറ്റ് കർത്താവിൻ്റെ ദാസൻ നമ്മളോട് പറയും. ആ കോട്ടയത്തെ ക്യാമ്പിന്റെ അറേഞ്ച്മെന്റിനെ കുറിച്ച് 1-2 വാചകങ്ങളിൽ ഡോക്ടർ KT യോഹന്നാൻ ദയവായിട്ട് മുമ്പോട്ട് വരണേ. അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് പറയണം, ഒന്ന് ഇൻഫോം ചെയ്യാമോ? ഡോക്ടർ KT യോഹന്നാൻ. യെസ്, പ്ലീസ് ഗോ അഹെഡ്. നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വിശേഷ ബാബു സാറ്, സാറ് മറ്റു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും
വന്ദനം അറിയിക്കുന്നു. പുതിയ വർഷം എല്ലാവർക്കും ആശംസിക്കുന്നു. ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയാം. കഴിഞ്ഞ വർഷം 2025 എന്നെ സംബന്ധിച്ച് വളരെ വേദനാകരമായ അനുഭവമൊക്കെ ഉണ്ടായി. പ്രിയപ്പെട്ടവൾ നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടു. SBS എല്ലാവരും പ്രാർത്ഥന സപ്പോർട്ട് ചെയ്തു. ചാർലി ബ്രദർ പ്രിയപ്പെട്ടവരൊക്കെ വന്നു ആശ്വസിപ്പിച്ചു. അതെനിക്ക് വലിയ റിലീഫായിരുന്നു. ദൈവകൃപയാൽ ഇപ്പോൾ ഞാൻ ആത്മീയ കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ വ്യാപൃതനായിട്ടുണ്ട്. ക്ലിനിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ മുമ്പോട്ട് പോകുന്നു. എല്ലാവർക്കും നന്ദി. കോട്ടയം ക്യാമ്പിനെ കുറിച്ച് പെട്ടെന്ന് 2-3 വാക്കുകൾ പറയട്ടെ. കോട്ടയത്തും പരിസരത്തുള്ള പ്രിയപ്പെട്ടവർ ചേർന്ന് അത്യാവശ്യ അറേഞ്ച്മെൻ്റൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഓരോരുത്തരെയും ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. നമുക്കതിൻ്റെ ഡേറ്റിനെ കുറിച്ച് മാത്രം ഇനി അറിഞ്ഞാൽ മതി. കോട്ടയം ടൗണിൽ തന്നെയുള്ള കളത്തിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രം, കാത്തലിക്സിൻ്റെ ഒരു സ്ഥാപനമാണ്. നിരന്തരമായിട്ട് ആത്മീയ മീറ്റിംഗ് നടക്കുന്ന ഒരു വെന്യൂവാണ്. നല്ല ക്യാമ്പസാണ്. നമ്മൾ ചരക്കുന്നതിൻ്റെ ആ ലെവലിലല്ല, വേറൊരു ഇതിൽ ആത്മീയമായ നല്ലൊരു സ്ഥലമാണ്. നമുക്ക് ഒരുമിച്ച് താമസിക്കാനും ഡോർമിറ്ററി AC താമസിക്കുന്നവർക്ക് ഒരു ദിവസത്തേക്ക് 450 രൂപയേ ഉള്ളൂ, ഇൻക്ലൂഡിങ് ഫുഡ് ചാർജ്. അങ്ങനെയാണ് അതിൻ്റെ ക്രമീകരണം. പിന്നെ റൂം വേണ്ടവർക്ക് അതിനുള്ള സൗകര്യമുള്ള AC റൂംസ്, നോൺ AC റൂംസ് എല്ലാം അവിടെ ഉണ്ട്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ അതിന് നമുക്കിനി അറിയേണ്ടത് അതിൻ്റെ ഡേറ്റിനെ കുറിച്ച് മാത്രമേ ഒരിക്കലും ബാബു സാർ അതിനെക്കുറിച്ച് പറയും. പിന്നെ യാത്രയ്ക്കൊക്കെ എല്ലാ സൗകര്യമുള്ള സ്ഥലമാണ്. ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. സ്ഥലം കണ്ടുപിടിക്കുന്നതിനും എല്ലാം കൊണ്ടും സൗകര്യമുള്ള ടൗണിൻ്റെ അകത്ത് തന്നെയുള്ള സ്ഥലമാണ് കളത്തിപ്പടി എന്ന് പറയും. വേറെ കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ച് എല്ലാം 100% നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ക്യാമ്പസാണ്. അറേഞ്ച്മെൻറ്റിന് വേണ്ടി പ്രത്യേക ആളുകളെല്ലാം ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥനയോടെ അതിനുവേണ്ടി കാത്തിരിക്കാം. നന്ദി. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. നമ്മുടെ പോസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥിച്ച് റിലീസ് ചെയ്യുന്നതായിരിക്കും. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദാറ്റ് എല്ലാ ഗ്രൂപ്പുകളിലും ഈ പോസ്റ്റർ വരുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് കർത്താവിൻ്റെ ദാസൻ ഈ വരുന്ന സെമിനാറിനെ കുറിച്ചും ക്യാമ്പിനെ കുറിച്ചും നമ്മുടെ മുമ്പിൽ വിസ്താരമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കും. സ്തോത്രം. സകല ലോകത്തിൻ്റെയും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. നിസ്തുല്യ നാമത്തിൽ വീണ്ടും ദൈവമക്കൾക്ക് ഹൃദ്യമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ഈ സ്പെഷ്യൽ അറേഞ്ച്ഡ് പ്രയർ മീറ്റിങ്ങിലായിരിക്കാൻ ദൈവം സഹായിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് പറയേണ്ടതായ മിക്കവാറും എല്ലാ കാര്യങ്ങളും ആരംഭത്തിലെ പ്രാർത്ഥനയിൽ പാസ്റ്റർ KT മാത്യു പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എന്തെല്ലാം പറയാൻ ഉദ്ദേശിച്ചിരുന്നു അത് മുഴുവൻ അദ്ദേഹം ഒറ്റ പ്രാർത്ഥനയിൽ തീർത്തു. അപ്പോൾ ഇനി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ വർഷം നമ്മൾ നടത്താനിരിക്കുന്ന നമ്മുടെ റെഗുലർ ക്ലാസ് ഉണ്ടോ, നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്സുകൾ, ആ ക്ലാസ്സിനെ പറ്റി ആദ്യം പറയാനുള്ളത്, മുമ്പ് കാലങ്ങളിൽ ഞാൻ കൂടെ രോഗിയാകുന്നതുകൊണ്ട് പലപ്പോഴും ക്ലാസ്സുകൾ മുടങ്ങുകയും വീഡിയോ മുടങ്ങുകയും ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് SBS-ൻ്റെ 2-3 ഗ്രൂപ്പിനെ അത് ഒരുപാട് ബാധിച്ചു. കാര്യം ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എഴുന്നേറ്റില്ല, ഇനി എനിക്ക് കണ്ണ് കാണത്തില്ല, കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്നില്ലെന്ന് നിങ്ങൾക്കൊന്നും ക്ലാസ്സില്ല. എന്നാൽ ദൈവം സഹായിച്ചിട്ട് വളരെ വളരെ എക്സ്പീരിയൻസ്ഡായ, വളരെ എഫിഷ്യൻ്റായ ആളുകളെ നമുക്ക് നമ്മുടെ കൂടെ കൂട്ടാൻ കഴിഞ്ഞു. ഇപ്പോൾ ഒരു അഡ്മിൻ ടീം, നമുക്ക് വളരെ സക്സസ്ഫുൾ അഡ്മിൻ ടീമുണ്ട്. അഡ്മിൻ ടീമാണ് അത് മുഴുവൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് ആർക്കും കിട്ടേണ്ട നോട്ട്സോ വീഡിയോയോ മറ്റെന്തെങ്കിലും ഇൻഫർമേഷനോ ഒരു മിനിറ്റ് പോലും ഡിലേ ഉണ്ടാകത്തില്ല. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്കൊരു വീഡിയോ ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ കിട്ടിയില്ല, അല്ലെങ്കിൽ മിസ്സായി. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ മിസ്സാകാം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ ഒരു ടെലിഫോൺ കോൾ വിതിൻ 1 minute ആ കാര്യം സോർട്ട് ചെയ്തിരിക്കും. ഇനിയും ഡിലേ എന്ന കാര്യം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും ഉണ്ടാകുന്നില്ല. നമ്മുടെ ടൈം സ്കീം വെച്ചിട്ടുണ്ട്. ആ ടൈം കാലണ്ടർ അനുസരിച്ച് കൃത്യസമയത്ത് എല്ലാവരുടെയും ബാച്ചുകൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ സിസ്റ്റമാറ്റിക് ബയോളജിയുടെ ക്ലാസ്സിനെ പറ്റി ഇൻഫർമേഷനാണ്. ദൈവം സഹായിച്ചിട്ട് അതിൽ കൂടുതൽ ബാച്ചസ് ചേർന്ന് പഠിക്കത്തക്ക രീതിയിൽ വേൾഡ് വൈഡായിട്ട് ഒരു ഇൻട്രസ്റ്റ് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് KT മാത്യു പാസ്റ്റർ പ്രാർത്ഥിച്ചും പറഞ്ഞത്. നമ്മുടെ ഈ ഇപ്പോൾ ക്യാമ്പിൻ്റെ തീമായിരിക്കുന്ന ഈ വെസ്റ്റേൺ തിയോളജിയുടെ, പാശ്ചാത്യ വേദശാസ്ത്രത്തിൻ്റെ വളർച്ചയും ദൈവസഭകളുടെ തകർച്ചയും. വേദശാസ്ത്രങ്ങൾ ഇങ്ങനെ വളർന്ന് ആളുകൾ ഇഷ്ടംപോലെ പഠിച്ച ഡിഗ്രികൾ MTH MD ഒക്കെ ഇഷ്ടംപോലെ എടുത്തിരിക്കുക. പക്ഷേങ്കിൽ ദൈവസഭകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്ത്, എഡ്യൂക്കേറ്റഡ് വേൾഡിൽ, നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിലുള്ള മെഗാ സിറ്റീസിലൊന്നും കുഞ്ഞുങ്ങളാരും വരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുക. അത് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വിശുദ്ധ വേദപുസ്തകം തന്നെ വായിച്ച് പഠിപ്പിക്കാൻ കഴിവുള്ള പ്രൊഫിഷ്യൻ്റായ
അധ്യാപകരെ വരുന്ന തലമുറയ്ക്ക് വേണ്ടി വാർത്തെടുക്കുക. അതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിനുവേണ്ടി നമ്മൾ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ തിരുവെഴുത്തുകൾ മുഴുവൻ പൊരുൾ തിരിച്ച് പഠിപ്പിക്കുന്നതായ നമ്മുടെ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി. അത് നമ്മൾ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം, സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി. അതിൽ തിരുവെഴുത്ത് മുഴുവൻ നിങ്ങളെ പൊരുൾ തിരിച്ച് പഠിപ്പിക്കുകയാണ്. അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കണം. പലപ്പോഴും പല സംശയങ്ങൾക്കും ഞാൻ മറുപടി പറയാത്തതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അത് വരാനിരിക്കുക. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചില ബാച്ചുകൾ തുടങ്ങുമെന്നുണ്ടെങ്കിൽ അവർ അഡ്വാൻസ്ഡായ സംശയങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ നിശബ്ദമായിരിക്കും. അത് അവരോട് പറയാൻ വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് മറുപടി ഇല്ലെന്നല്ല അതിൻ്റെ അർത്ഥം. ചിലത് മറുപടി പറയേണ്ട തക്ക ക്വസ്റ്റ്യൻസ് അല്ല, അതുകൊണ്ട് അത് മറുപടി പറയാത്തത്. ബട്ട് സീരിയസ് ആയ എല്ലാ ക്വസ്റ്റ്യൻസിനും മറുപടി കിട്ടിയിരിക്കും. അപ്പോൾ നമ്മുടെ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി ക്ലാസ്സസ് ആണ് നമ്മൾ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം. നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം, നമുക്ക് 3 വർഷത്തിനിടയ്ക്ക് 5 ക്യാമ്പുകൾ നടത്തും. വിസ്ഡം ക്യാമ്പ് എന്ന് പറയും. സീരീസ് ഓഫ് 5 ക്യാമ്പ്സ്, വിസ്ഡം ക്യാമ്പ് എന്ന് പറയും. ആ വിസ്ഡം ക്യാമ്പിൻ്റെ പ്രത്യേകത, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് തൻ്റെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളായിത്തീരണം. ആയിത്തീരണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പുത്രൻ്റെ ശുശ്രൂഷയുടെ ലെവലിൽ നിങ്ങളുടെ ശുശ്രൂഷ വരത്തക്ക രീതിയിൽ യു ഹാവ് ടു ഒബ്റ്റെയിൻ ഗോഡ്സ് വിസ്ഡം ഇൻ യുവർ എവറിഡേ ലൈഫ്. ഇപ്പം എവറിഡേ ലൈഫിൽ ദൈവത്തിൻ്റെ വിസ്ഡം എങ്ങനെ നമുക്ക് പ്രാപിക്കാം എന്നുള്ള വിസ്ഡം ക്യാമ്പ് 5 ക്യാമ്പുകളുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ 1ാമത്തെ ക്യാമ്പ് നടത്തി. അത് ഹൗ ടു ഡെവലപ്പ് യുവർ പൊട്ടൻഷ്യൽസ് ടു ബിക്കം ദി ഗ്രേറ്റ് പേഴ്സൺ ദറ്റ് ഗോഡ് വാണ്ട്സ് യു ടു ബിക്കം എന്നുള്ളതായിരുന്നു. ദൈവം ആഗ്രഹിക്കുന്ന വലിയ വ്യക്തി ആകത്തക്ക രീതിയിൽ നിങ്ങളുടെ കഴിവുകൾ എങ്ങനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാമെന്നുള്ളതായിരുന്നു. ക്യാമ്പിൽ അറ്റൻഡ് ചെയ്ത് എല്ലാവർക്കും മനസ്സിലായി. ആദ്യം ഞാൻ അതിനെപ്പറ്റി പറയുമ്പോൾ എത്ര പേർക്ക് അത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി എത്രയോ പ്രധാനപ്പെട്ടതാണ് ഈ ക്യാമ്പെന്ന്. അതുകൊണ്ട് ഇപ്പം കഴിഞ്ഞ വർഷം ക്യാമ്പിന് അറ്റൻഡ് ചെയ്തവർ അവരാണ് പൈസ ഇട്ട് നമ്മുടെ ഈ വർഷത്തെ ക്യാമ്പ് നടത്തുന്നത്. ദാറ്റ് മീൻസ് ഓൺലി വെൻ യു ഓൺലി അറ്റൻഡ്. നിങ്ങൾ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുമ്പോൾ മാത്രമേ അതിൽ കൊടുക്കുന്ന മെറ്റീരിയൽസിൻ്റെ വാല്യൂ, വെയിറ്റ് എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഈ വർഷം നമ്മൾ ആ ക്യാമ്പിൻ്റെ അതിൻ്റെ 2nd സീരീസാണ്. ആ 2nd സീരീസിൻ്റെ ടൈറ്റിൽ പേഴ്സണാലിറ്റി റീസ്ട്രക്ചറിങ് എന്നുള്ളതാണ്. പേഴ്സണാലിറ്റി റീസ്ട്രക്ചറിങ്. ദൈവത്തിന് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തിന് റീസ്ട്രക്ചർ ചെയ്ത് കൊണ്ടുപോയെങ്കിലേ നമ്മൾ ഉപയോഗിക്കാനൊക്കത്തുള്ളൂ. അതിനുവേണ്ടി ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത്. ഈ റീസ്ട്രക്ചറിങ് എന്നുള്ള പേഴ്സണാലിറ്റി റീസ്ട്രക്ചറിങ് എന്നുള്ള ആ ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതിയോട് നമ്മളെങ്ങനെ പ്രതികരിക്കേണ്ടത്. നമ്മൾ അറിയണമല്ലോ ദൈവം പ്രവർത്തിക്കുന്നുള്ളത്. എന്നിട്ട് വേണ്ടേ നമ്മൾ പ്രതികരിക്കാൻ. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാത്താനെ ശാസിക്കാന്നല്ലേ നമ്മൾ പോകുന്നത്. ഒരിക്കൽ എന്നോട്, ഞാൻ കുറേ പ്രാവശ്യം സാത്താനെ ശാസിച്ചും ദൈവം എന്നോട് നീ അവിടെ മിണ്ടായിരിക്കുക, ഇത് സാത്താനൊന്നുമല്ല, എൻ്റെ വിരവുള്ള കാര്യം ഞാൻ നിന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുക എന്ന് പറഞ്ഞു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. പലപ്പോഴും ദൈവത്തിൻ്റെ കരമാണോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഈ സാത്താനെ തന്നെ സാത്താൻ സേവക്കാരായി മാറുകയാണ്. അപ്പം നമ്മുടെ 2ാമത്തെ ടോപ്പിക്സ് നമ്മൾ ഈ വിസ്ഡം ക്യാമ്പാണ്. വിസ്ഡം ക്യാമ്പിന് നിങ്ങൾ ഈ വർഷത്തെ കോട്ടയത്ത് വെച്ചാണ് നടത്തുന്ന ക്യാമ്പ്. ആ ക്യാമ്പിന് നിങ്ങൾ വരണം. ഞങ്ങൾ 3 റിസോഴ്സ് പേഴ്സൺസാണ് അതിനുള്ളത്. 1 ഞാനാണ്. 2 നമ്മളുടെ കൂടെ കഴിഞ്ഞ വർഷം ക്യാമ്പിന് വന്നതായ ലിജു എന്ന് പറയുന്ന നമ്മുടെ ഒരു സ്നേഹിതനാണ്. ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ക്വാളിഫൈഡ് റിസോഴ്സ് പേഴ്സൺസ് ഇൻ ദി എൻറ്റയർ യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ ഏറ്റവും പ്രൊഫഷൻ്റായ ഒരു ട്രെയിനറാണ്, സ്റ്റാഫ് ട്രെയിനറാണ് ലിജു. കാരണം ആമസോണിൻ്റെ ഈ യൂറോപ്പിലെ മുഴുവൻ രാജ്യങ്ങളിലും സ്റ്റാഫിനെ ട്രെയിൻ ചെയ്ത ഒരാൾ. ഇറ്റ്സ് എ വെരി വെരി റയർ പേഴ്സണാലിറ്റി. അത്രയും പൊട്ടൻഷ്യൽസ് ഉള്ള ഒരാൾ മലയാള സമൂഹത്തിൽ ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. സോ ബ്രില്യൻ, സോ എഫിഷ്യൻ്റ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ കഴിഞ്ഞ വർഷം അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് അത് അറിയാമല്ലോ. ദിസ് ഇയർ യു വിൽ ബി ഇമ്മൻസ്ലി ബെനിഫിറ്റഡ് ബൈ ഹിസ് ക്ലാസ്. ഇമ്മൻസ്ലി, ഐ ഹവ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഇമ്മൻസ്. കാര്യം ഞങ്ങൾ ഈ ഒരുമിച്ചിരുന്നാണ് ലെസൺസ് പ്രിപ്പയർ ചെയ്യുന്നത്, ക്ലാസ് പ്രിപ്പയർ ചെയ്യുന്നതും കണ്ടന്റ് ഷെയർ ചെയ്യുന്നതൊക്കെ. അതുകൊണ്ട് എനിക്കറിയാവുന്നത് വിൽ ബി ഇമ്മൻസ്ലി ബെനിഫിറ്റഡ്. നമുക്ക് ഒരു ദൈവദാസനോട് ഈ വർഷം നമ്മളിവിടെ ചേരുന്നുണ്ട് ക്യാമ്പിന്. അമേരിക്കയിൽ നിന്ന് വൺ പാസ്റ്റർ ജോർജി തോമസ്. ഇറ്റ്സ് എ വെരി വെരി വെൽ ക്വാളിഫൈഡ് ആൻഡ് വെൽ എഡ്യൂക്കേറ്റഡ് മാൻ. ഒരു നല്ല റിസോഴ്സ് പേഴ്സണാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ക്യാമ്പ് ഈ വർഷത്തെ ഇത് മുടക്കാതെ ഇരിക്കണം. ഇപ്പം നമ്മൾ ക്യാമ്പാണ് നമ്മൾ ചെയ്യുന്ന 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾക്ക് സ്പെഷ്യൽ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. 3 കാര്യങ്ങളാണ് ഒരു നല്ല ദൈവദാസനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടത്. 1 ടീച്ചിങ്, 2 ട്രെയിനിങ്,
3 കറക്റ്റിംഗ്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിൽക്കേണ്ടതിന് ഏത് മനുഷ്യനെയും ഞങ്ങൾ എന്ത് ചെയ്യും? പഠിപ്പിക്കും, പരിശീലിപ്പിക്കും, കറക്റ്റ് ചെയ്യും. കറക്റ്റ് മെഷേഴ്സിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് നമ്മുടെ ഈ വർഷത്തെ പ്രവർത്തനത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടാതെ എനിക്ക് സമയം കിട്ടുന്നത് പോലെ നമ്മൾ 1 ഡേ കോൺഫറൻസസ് വെക്കുന്നുണ്ട്. ഈ 1 ഡേ കോൺഫറൻസ് വെക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ വെസ്റ്റേൺ തിയോളജിയുടെ അതിപ്രസരം, അത് വേദപുസ്തകമല്ല, അത് വേദപുസ്തകമേ അല്ല. വേദപുസ്തകമാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച ഗ്രീക്കോ റോമൻ റിലിജനിലെ ദൈവസങ്കല്പങ്ങൾ കൊണ്ടുവന്ന് വേദപുസ്തകത്തിലെ ദൈവമാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന എത്രയോ തെറ്റായ വഴിതെറ്റിയ പഠിപ്പീരാണ്. അത് സഭകൾക്കകത്ത് കയറിയപ്പോൾ ദൈവസഭകൾ മുഴുവൻ മുടിഞ്ഞ് മുണ്ടക്കോല് വെച്ചു. യൂറോപ്പിൽ മുഴുവൻ സംഭവിച്ചു, അങ്ങനെ അമേരിക്കയിൽ സംഭവിച്ചു. നമ്മുടെ നാട്ടിലും സുവിശേഷം ഒരു ബൈബിൾ കോളേജിലും പഠിപ്പിക്കുന്നില്ല, ഒരൊറ്റ ബൈബിൾ കോളേജിലും. ഇപ്പം നമ്മൾ സിസ്റ്റമാറ്റിക് സ്റ്റഡി അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ നിങ്ങൾക്കറിയാം. ഇപ്പം നമ്മൾ യൂദായ ലേഖനം എടുത്തുകൊണ്ടിരിക്കുക. യൂദായുടെ ലേഖനം വായിച്ച് പൊരുൾ തിരിച്ച് പറഞ്ഞു തരിക. പത്രോസ് ലേഖനം വായിച്ച് പൊരുൾ തിരിച്ച് പറഞ്ഞു തരിക. ബൈബിൾ മുഴുവൻ വായിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് മൂലഭാഷയിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അവിടെ പോയി അർത്ഥം കണ്ടുപിടിച്ചാണ് പറയുന്നത്. അത്രയും ഗഹനമായിട്ട് ഉള്ള പഠനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല സുവിശേഷന്മാരായി അടുത്ത തലമുറയെ കർത്താവിന് വേണ്ടി പിടിച്ച് നിർത്താൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ അവരൊക്കെ അപരിഷ്കൃതരായിട്ട്, പ്രാകൃതരായിട്ട്, കാട്ടുജാതിക്കാരായിട്ട്, പേഗൻസായിട്ട് മാറിപ്പോകും. അപ്പം ബൈബിൾ കോളേജുകൾ ആ ശുശ്രൂഷ ചെയ്യാത്തത് കൊണ്ട് ആ ശുശ്രൂഷ നമ്മൾ ഏറ്റെടുക്കുകയും വേൾഡ് വൈഡായിട്ട്, ഇവിടെ മാത്രമല്ല വേൾഡ് വൈഡായിട്ട് ഒരു വലിയ ശുശ്രൂഷ ബന്ധത്തെ, ഇപ്പം നമുക്ക് മെനി തൗസൻഡ്സ് ആണ് നമുക്ക് സ്റ്റുഡൻസ് ഉള്ളത്. തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് ആണ് സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡിയിൽ ഇപ്പോഴുള്ളത്. അപ്പം ഈ ഒരു വലിയ ശുശ്രൂഷ നമ്മളായിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒന്ന്, നിങ്ങൾ ഇതിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം. എറണാകുളത്തെ മീറ്റിങ്ങിന് കഴിയുന്നിടത്തോളം വരണം, പ്രാർത്ഥിക്കണം. നിങ്ങൾ ദൂരെയുള്ളവർക്ക് വരാൻ കഴിയത്തില്ല. അപ്പോൾ നിങ്ങൾ എന്തറിയാമോ, അത് ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്. അപ്പോൾ ലൈവ് സ്ട്രീമിൻ്റെ ഞങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തരാം. നിങ്ങൾ ലിങ്ക് കയറി കാണുക മാത്രമല്ല, നിങ്ങളുടെ പരിചയത്തിലുള്ള എല്ലാവർക്കും ആ ലിങ്ക് കൊടുക്കുക. എന്നിട്ട് പറയണം ഹാർവെസ്റ്റ് ടിവിയിലായിരിക്കും, നിങ്ങൾ കയറി ഇത് കാണാൻ പറയണം. അത് കാണുമ്പോൾ മാത്രമേ മനസ്സിലാകത്തുള്ളൂ, ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ എത്ര ഗൗരവമാണ് നമ്മൾ പറയുന്ന കാര്യമെന്ന്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, ക്യാമ്പ് അറ്റൻഡ് ചെയ്യണം, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈവ് സ്ട്രീമിങ്ങിൽ കയറി കാണണം. ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മളെ ക്ലാസ്സുകൾ കൃത്യസമയത്ത് പഠിക്കണം, നോട്ട്സ് എഴുതിയെടുക്കണം, വീഡിയോ കാണണം, സൂക്ഷിച്ച് വെക്കണം. സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കണം. പിന്നെ മറ്റ് സെമിനാറുകൾ, കോൺഫറൻസുകൾ അത് വരുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കുകയും കഴിയുന്നിടത്തോളം നിങ്ങൾ അറ്റൻഡ് ചെയ്യും. അപ്പം ശ്രദ്ധിച്ചോണേ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേംബ്രിഡ്ജിൽ നടന്നതായ മീറ്റിങ്ങിൻ്റെയാണ് ഇപ്പം നമ്മൾ അത് ഇട്ടിരിക്കുന്നത്. ഇനി നടക്കുന്ന മീറ്റിങ്ങുകളൊക്കെ നിങ്ങൾക്ക് നമ്മൾ ലിങ്ക് അയച്ചു തരും. ലിങ്ക് അയച്ചു തരുമ്പം നിങ്ങൾ ലൈവ് സ്ട്രീമിൻ്റെ ലിങ്ക് അയച്ചു തരും. നിങ്ങൾ കയറി കാണുക മാത്രമല്ല മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. കാരണം ഈ വലിയ ടോപ്പിക്സ്, ഈ വളരെ ഗൗരവകരമായ വിഷയം പബ്ലിക്കിന് മുമ്പിൽ എത്തിക്കുന്നതിന് വേണ്ടി ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ വർഷത്തെ പ്രവർത്തനത്തെപ്പറ്റി എനിക്ക് ഓടിച്ച് നിങ്ങളോട് പറയാം. എനിക്കറിയാം ടൈം വളരെ പോകുന്ന കാര്യം, പ്രാർത്ഥനകളുടെ ടൈം മുഴുവനും ഞാനിങ്ങനെ പറഞ്ഞ് തീർത്തു കഴിഞ്ഞാൽ പ്രാർത്ഥന നടക്കത്തില്ല. അതുകൊണ്ട് ഇത്രയും ടൈം എനിക്ക് അനുവദിച്ചതായ കർത്താവിൻ്റെ ദാസൻ KT രാജൻ പാസ്റ്ററോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇനി പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ടൈം മാറ്റി വെക്കുകയാണ്. Now the screen is back to the host. May the Lord bless you abundantly yet exceedingly. Thank you. Bye. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. സാറേ, ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ ക്യാമ്പിന് വരാൻ സാധിക്കാത്തവരുണ്ട്, ചില കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ അവർക്ക് ഈ നമ്മുടെ രണ്ടാമത്തെ ക്യാമ്പ് അത്ര പ്രയോജനപ്പെടുത്തില്ലല്ലോ. ഇല്ല. അപ്പോൾ വരാതിരുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ കോട്ടയം ക്യാമ്പിന് മുമ്പായിട്ട് ഒരു ക്യാമ്പ് നടത്തണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് ഞാൻ അതിനെപ്പറ്റി ഗൗരവമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കോട്ടയം ക്യാമ്പിന് വരാൻ കഴിഞ്ഞാൽ, അപ്പോൾ അന്ന് ഇരിക്കുന്ന ഒത്തിരി പേർ അന്ന് സ്റ്റുഡൻസ് അല്ല, ജോയിൻ ചെയ്തവരാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയും അന്ന് ക്യാമ്പിന് വരാൻ കഴിയാതിരിക്കുന്നവർക്ക് വേണ്ടിയും 2 ഡേയ്സിലെ ഒരു ഇൻറ്റൻസീവ് പ്രോഗ്രാം ഡേ ആൻഡ് നൈറ്റ് നടത്തണമെന്നുള്ള ആഗ്രഹത്തിൽ. ദാറ്റ് മീൻസ് രാവിലെ 9 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ
രാത്രി 10-10:30 മണി വരെ പോകുന്ന 2 ഇൻറ്റൻസീവ് ഡേയ്സ് പ്രോഗ്രാം നടത്തി അത് മുഴുവൻ കവർ ചെയ്യുന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ അതെങ്ങനെ അറേഞ്ച് ചെയ്യാം. കാര്യം നിങ്ങൾക്ക് കോസ്റ്റ് ഇഫക്റ്റീവ് ആയിരിക്കണം. 2 ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് കോസ്റ്റ് കാണത്തില്ല. അപ്പം കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ബേർഡൻ ഉണ്ടാകാത്ത രീതിയിൽ ആ കോട്ടയത്തെ ക്യാമ്പ്, അതായത് ക്യാമ്പ് നമ്പർ 1 ഒന്നുകൂടെ ചെയ്യുന്നതിന് വേണ്ടി വളരെ ഗൗരവമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് അനുവദിച്ചാൽ ഇന്ന് തന്നെ അതിൻ്റെ ഡിസിഷൻ എടുക്കും. ഡിസിഷൻ എടുത്ത ശേഷം എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പിലും അതിൻ്റെ നോട്ടീസ് ഇൻഫർമേഷൻ തരാം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു വെരി മച്ച്. നമ്മുടെ എറണാകുളത്തെ മീറ്റിങ്ങിന് വരുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ തരാം. വളരെ കുറച്ച് സീറ്റുകളേ ഉള്ളൂ. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ സിറ്റിംഗ് കപ്പാസിറ്റി 200 ആണ്. അപ്പോൾ രജിസ്ട്രേഷൻ നാളെ മുതൽ ആരംഭിക്കുകയാണ്. എത്രയും വേഗം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. കൂട്ടത്തിൽ ഇതുവരെയും നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാതെയും ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യാതെയും പുതുതായിട്ട് ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ ദയവായിട്ട് കൂട്ടത്തിൽ കൊണ്ടുവരണം. ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞിട്ട് ഒരു QR കോഡ് ഈ പോസ്റ്ററിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ദയവായിട്ട് ആ QR കോഡിൽ നിങ്ങൾ സ്കാൻ ചെയ്യുമ്പോൾ ഒരു ഗൂഗിൾ ആപ്ലിക്കേഷൻ ഫോം ലഭിക്കുന്നതായിരിക്കും. ആ ആപ്ലിക്കേഷൻ ഫോം എത്രയും വേഗം നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പേരും വിവരങ്ങളും ഞങ്ങൾക്ക് ലഭിക്കും. അത് 200 ആകുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു 175-180 ആവുമ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അതായത് അത്രയേ ഉള്ളൂ അവിടെ കപ്പാസിറ്റി. അതുകൊണ്ട് നാളെ തൊട്ട് തന്നെ രജിസ്ട്രേഷൻ നിങ്ങൾ ആരംഭിക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പോസ്റ്റർ റിലീസ് ചെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പാസ്റ്റർ ലെസ്ലി മാത്യു ദയവായിട്ട് മുൻപോട്ട് വരണം. അൺമ്യൂട്ട് ചെയ്ത് ഈ വളരുന്ന വേദശാസ്ത്രവും തകരുന്ന ദൈവസഭകളും എന്ന ടോപ്പിക്ക് ആസ്പദമാക്കി കർത്താവിന്റെ ദാസനും ടീമും 6-ാം തീയതി മാർച്ച് മാസം വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ നടക്കുന്ന ഈ സെമിനാറിന്റെ പോസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥനയോടുകൂടി റിലീസ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കണ്ണുകളടയ്ക്കണം. പാസ്റ്റർ ലെസ്ലി മാത്യു പഞ്ചാബ് ദയവായി അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ വിലയേറിയ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു കർത്താവിന്റെ നാമത്തിൽ അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, ഈ സന്ധ്യയുടെ അടുത്ത സമയത്ത് ഞങ്ങൾക്ക് ഒത്തൊരുമിച്ച് ഇത്രയും പേർക്ക് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വരുവാൻ തക്കോണം വലിയവനായ ദൈവം ഈ വർഷത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന ഈ നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പല കാര്യങ്ങളും ഞങ്ങളിവിടെ സംസാരിക്കുകയുണ്ടായി കർത്താവേ. കർത്താവ് അതെല്ലാം ശ്രദ്ധ വെച്ച് കേട്ട് ഞങ്ങളുടെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ദൈവം കർത്താവ് ജീവിക്കുന്നതിനാ നന്ദിയോട് സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് ഈ വിഷയങ്ങളെല്ലാം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, പ്രത്യേകിച്ച് ഈ അടുത്ത മാർച്ച് മാസം 6-ാം തീയതി കർത്താവെ ഈ എറണാകുളത്ത് വെച്ച് നടക്കുന്ന ഈ പ്രത്യേകമായിട്ടുള്ള ഈ ക്യാമ്പിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ സമയം അതിൻ്റെ പോസ്റ്റർ റിലീസ് ചെയ്യുന്ന ഈ സമയത്ത് കർത്താവെ, ജനങ്ങൾക്ക് ആർക്കൊക്കെ ഇത് കിട്ടുമോ അവരുടെ ഹൃദയങ്ങളിൽ കർത്താവ് തന്നെ പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ഉത്സാഹവും കർത്താവ് വലിയൊരു നിലയിൽ കർത്താവെ അത് ആ ക്യാമ്പ് നടക്കുവാൻ കൊണ്ടിടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിലയേറിയ ദാസൻ കർത്താവ് വളരെ ദൂരത്ത് നിന്ന് ഈ ദേശത്തേക്ക് കടന്നു വന്ന കർത്താവെ, തൻ്റെ ഹൃദയത്തിലെ ആത്മഭാരത്തിൽ കർത്താവെ ഇതുപോലെ ഒരു ക്യാമ്പ് നടത്തുവാനും മറ്റുള്ളവരെ കർത്താവെ യഥാർത്ഥമായിട്ടുള്ള ഈ ദൈവവചനത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാനും കർത്താവ് കഴിഞ്ഞ നാളുകളിൽ അങ്ങയുടെ വലിയേറെ ഭക്തനെ ഉപയോഗിച്ചല്ലോ കർത്താവെ. തുടർന്നും കർത്താവ് ഇത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ അടിയങ്ങളെ അങ്ങ് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നടക്കുന്ന ഈ ക്യാമ്പിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അങ്ങ് ധാരാളമായി അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ അനുഗ്രഹമായി തിരുവാൻ തക്കനോടെയാക്കി തീർക്കണമേ കർത്താവ്. അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റുകളും നന്നായി നടക്കുവാൻ തക്കോണം കർത്താവ് സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ബാബു സാറിനെ കർത്താവ് വളരെ അത്ഭുതകരമായിട്ട് അതിനുവേണ്ടി ഉപയോഗിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളെയും അങ്ങനെ നീക്കി കളയണമേ കർത്താവ്. തക്ക സമയത്ത് ബാബു സാർ കടന്നു വരുവാനും
കർത്താവെ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുവാനും പോകുന്ന സമയത്ത് ഈ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് കർത്താവെ എത്തിച്ചേരുവാനും കർത്താവെ അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റുകളും കർത്താവ് തന്നെ ചെയ്ത് സ്വർഗം അതിൽ പ്രസാദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പച്ച കൃപ കൂടിയിരുന്നാട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ പോസ്റ്റർ ഞങ്ങൾ റിലീസ് ചെയ്യുന്ന കർത്താവെ, അത് കിട്ടുന്ന എല്ലാ ജീവിതങ്ങളിലേക്ക് എല്ലാവർക്കും അത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുവാൻ അവരുടെ ഹൃദയങ്ങളെയും അങ്ങ് ബലപ്പെടുത്തണമേ, അവർക്ക് അതിന് ഉത്സാഹം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുന്ന കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. 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 താങ്ക് യു. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു വെരി മച്ച്.